ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിന്ന് കോഴിക്കോട് ബീച്ചിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ എല്ലാവരും പോകുന്നുണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ എല്ലാവരും ഉണ്ട്. കോഴിക്കോട് എല്ലാവർക്കും അറിയാലോ, നൈറ്റ് ലൈഫാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് നേരം നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം 8 പേരാണ് കേട്ടോ ഉള്ളത്. ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേക്കും നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളതാ ഓരോരോ വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നക്ഷത്രക്കുട്ടിയാണ് കേട്ടോ. വേറെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ചേച്ചീൻ്റെ മക്കളാണ് ഇവരെല്ലാവരും. കഴിച്ച ഈ ഒരു കാണുന്ന ഒരു ഗ്രീൻ പീസിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ആ എഗ്ഗ് ഫ്രൈ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ എനിക്ക് കൊടുന്നു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് പേരെന്നൊന്നും അറിയില്ല. പിന്നെ അതുപോലെ ഇവിടുത്തെ സ്പെഷ്യൽ ഫിഷിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ ഒരു ഗ്രീൻ പീസിൻ്റെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി. അപ്പോൾ ഞാൻ വീണ്ടും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ സിസ്റ്റർ പറഞ്ഞതാണ് ഇവിടെ വേറെ എന്തോ ഒരു ചുരണ്ടി ഐസ്ക്രീമോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ട്. ഇതാണ് കേട്ടോ ആ പറഞ്ഞ സംഭവം. ഇതിൽ മെയിനായിട്ടുള്ളത് ഐസ് ക്യൂബുകളാണ്. അതിങ്ങനെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒഴിക്കുന്നത് നമ്മുടെ സർവത്തൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ആ ഒരു സിറപ്പാണ് കേട്ടോ. പിന്നെ അതിലൊരു കടല വരുന്നുണ്ട്, ബൂസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ചിയ സീഡ് അതും ഒഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് തരുന്നത്. അങ്ങനെ അതാ നമ്മുടെ ഈ ഒരു സംഭവം കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഒരു കപ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിച്ച് നോക്കി ഗൈസ്. ഇത് നല്ല മധുരമാണ് കേട്ടോ. ആ ഒരു സിറപ്പിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമായില്ല, എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അവരത് കഴിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കട്ടെ. ഇവിടെ നല്ല സൗണ്ടാണ് കേട്ടോ. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ നല്ല പാട്ടുകളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. വോയിസ് ഓവറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ സംഭവം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ. അപ്പോൾ അത് അവരെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെ വാങ്ങാനുള്ള പരിപാടിയാണ് തോന്നുന്നു അടുത്ത ആൾ. അപ്പം ഞാൻ കൂടുതൽ സമയം അവിടെ നിന്നില്ല. പിന്നെ നേരെ നമ്മളതാ ഇതിൻ്റെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഷോ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ അതുൽ നറുകര എന്ന് പറയുന്ന ഒരു സിംഗറുടെ പ്രോഗ്രാമാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് വീണ്ടും. ഈ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് പാർസലാക്കിയിട്ട് ബീച്ചിലേക്ക് കൊടുന്നു. ഇനി അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊടുന്നത്. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് വീണ്ടും ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ആ ഒരു കാറ്റും ഒക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഇവിടെ രാത്രിയാണെന്ന് തോന്നില്ല കേട്ടോ. കാരണം പകൽ നല്ല ചൂടല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്താണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി മുന്നിലേക്ക് ഞങ്ങൾ പോയി നോക്കിയൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് സ്പോട്ടുകൾ കാണാനുണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സെക്ഷനായിട്ട് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നിറയെ ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ലൈറ്റ് വീണ്ടും കാണാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ രാത്രി നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12 മണിയതിന് ശേഷം നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് നൈറ്റ് ലൈഫ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.